ഹലോ ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനും മക്കളും കൂടി അനിയത്തിയുടെ വീട്ടിൽ വന്നതാണ് കേട്ടോ, കോട്ടക്കല്. അപ്പോൾ മോനൂട്ടനില്ല, മോനോടെ പെരയിലാക്കിയതാണ്. അപ്പോൾ കുറേ ദിവസം ഉണ്ട് എവിടേക്കും പോണില്ല എന്നുള്ള പരാതി കേട്ടോ. അപ്പോൾ അതൊന്ന് തീർക്കാൻ വേണ്ടിയിട്ട് മക്കളെയും കൊണ്ട് പോകുന്നതാണ്. ഉച്ചയ്ക്ക് ശേഷം ചോറുന്നല കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ വൈകുന്നേരം 5:30 മണിയായി. ഇനി പെരയ്ക്ക് മടങ്ങണം. അപ്പോൾ വൈകുന്നേരം ഹല്ലൂനും പൊന്നൂനും മദ്രസ ഉണ്ട്. മദ്രസക്ക് പോകാനാവുമ്പോഴത്തേന് എത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടി പെട്ടെന്ന് ബസ് കിട്ടണം. ബസ് കിട്ടി അപ്പോഴത്തേന് പള്ളിപ്പടി എത്തണം. കണ്ടില്ലേ, ഇതൊക്കെ തന്നെയാണ് വികൃതി. കണ്ടില്ലേ, വികൃതിയാണത്. ഞാനും ഓരും തമ്മിൽ പട തന്നെയാണ് കേട്ടാ. അടങ്ങി നിൽക്കൂല, എപ്പോഴും തിരക്കാണ് ഈ കാലം. ഇപ്പൊ അല്ലും പൊന്നും കൂടിയാണ് തൊട്ട് മണ്ട, വികൃതി കാട്ടി മണ്ട. മറ്റോള് വെത്തല മണ്ടാൻ വേണ്ടിയിട്ടാണത്. എന്റെ അച്ചു പിന്നതാ, ഓളിതാ അച്ചു പിന്നുണ്ട്. അച്ചു ഒരായി കൊടുത്തേ. ഓള് പിന്നെ ഒപ്പം ഉണ്ട്. കണ്ടില്ലേ, എവിടേക്ക് ഇറങ്ങിയാലും ഇങ്ങനെ തന്നെയാണ് കേട്ടാ. ഇതാണ് ഞങ്ങള് തമ്മിൽ തിരക്കുണ്ടാവാനുള്ള കാരണം. അപ്പോ മരുവിന്റെ ശേഷം മദ്രസക്ക് പോവാ. അപ്പൊ അതിന്റെ മുന്നേ നമ്മളിവിടെ പുത്തൂര് അങ്ങാടിയിലെത്താനെത്തും കേട്ടാ. പുത്തൂര് ടൗണിൽ പോയിട്ട് വേണമെങ്കിൽ ബസ് കയറാന്. അതാ നമ്മളിപ്പോ പുത്തൂര് കോട്ടക്ക മെയിൻ റോഡിൽ എത്തിയിട്ടാ. അപ്പൊ ഇനി ഇവിടുന്ന് ബസ് കയറി ഞങ്ങൾ അങ്ങാടിക്ക് പോവും. അവിടെ ഇക്ക ഉണ്ടാവും ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കണേ. അത് കഴിഞ്ഞ് ഇക്കാന്റെ കൂടെ അങ്ങോട്ട് പോവും. അപ്പൊ പ്രതീക്ഷിക്കാതെ ഉണ്ടായ പോരലാണ് കേട്ടാ. കൊറേ ദിവസം ഉണ്ട് വേങ്ങര പോവാന്ന് പറഞ്ഞ് നടക്കണം എന്റെ പെരേക്ക്. പക്ഷെ അങ്ങോട്ട് പോക്ക് നടന്നില്ല. അപ്പൊ പിടിച്ചിട്ട് അനിയത്തിന്റെ പെരേക്ക് പോരലാക്കിയതാണെന്ന്. ഒഴിവുള്ള ദിവസങ്ങളിലല്ല ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു ബസ് വന്നിട്ടാ. അപ്പൊ ബസ് ഈ റോഡിൽ നിർത്തൂല, സ്റ്റോപ്പിലാ നിർത്തുള്ളൂ. അപ്പൊ ആ ബസ് കിട്ടിയില്ല. അപ്പൊ ഇനി അടുത്ത ബസ്സിൽ പോണം. ഇക്ക അവിടുന്ന് വിളിയോട് വിളി, എത്തിയില്ലേ, മദ്രസ കിട്ടൂലേ എന്ന്. അപ്പം മദ്രസക്ക് പോകാനാവുമ്പോഴത്തേന് അവിടെ എത്തണം. ഇനി അടുത്ത ബസ് നിർത്തേക്കാരട്ടോ. അപ്പോഴത്തേന് ഞങ്ങൾ ആ സ്റ്റോപ്പിൽ എത്തിയാല് നിർത്തും. നമ്മളെ സ്കൂട്ടി ഉണ്ടെങ്കിൽ 2 ആളെ പോവുള്ളൂ, 3 ആള് പോവും. 5 ആള് സ്കൂട്ടിമോ പോവില്ലല്ലോ. അതുകൊണ്ട് ബസ് തന്നെ ശരണം. അല്ലേല് പിന്നെ ഇക്കാനെ കിട്ടൂല ഇങ്ങനത്തെ പോക്കിനൊന്നും. അപ്പൊ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ബസ്സിന് തന്നെ പോരാ. ഇവിടെ പൊന്നു കണ്ടില്ല, അവിടെ തോട് കണ്ടോണ്ട് ഉത്തരക്കാണ്. ഇവരൊക്കെ കൊണ്ട് എങ്ങോട്ടെങ്കിലും പോന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലേ പാർക്ക് ഉണ്ട്. അപ്പൊ ഇവിടെ അവിടെ പാർക്കാണ് ഗൈസ്. ഇപ്പൊ അവർക്ക് പാർക്ക് കയറണം എന്ന് പറയുന്നുണ്ട്. ഏതായാലും അടുത്ത ബസ്സിൽ കിട്ടി. ഭയങ്കര തിരക്ക്, ഡോർമലായിരുന്നു കേട്ടോ. ഞാനും മക്കളും അല്ലും ആദ്യം, പിന്നെ ബാക്ക് കയറി 2 ആൺകുട്ടികളും. അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടി മുന്നേ തന്നെ കയറി. പക്ഷെ ഭയങ്കര ഫുള്ള് ജനായിരുന്നു കേട്ടോ. വൈകുന്നേരം ആയതുകൊണ്ട് നല്ല ജോലി കഴിഞ്ഞ് വരുന്നവരൊക്കെ ഉണ്ടായിരുന്നു, നല്ല തിരക്ക് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ ബസ് കയറി ഇവിടെ ഞങ്ങൾ അങ്ങാടിയിൽ വന്ന് ഇറങ്ങിയപ്പോൾ ഇക്ക ഉണ്ടായിരുന്നു ഞങ്ങളെ കാത്ത് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇക്കാൻ്റെ വണ്ടിയിൽ ഇങ്ങോട്ട് കയറിയിട്ടാ. അപ്പോൾ ഇനി പെരീക്ക് ചെല്ലാം, കുട്ടികളെ മദ്രസക്ക് പറഞ്ഞയക്കാം, അത്ര പരിപാടി കേട്ടാ. അപ്പോൾ ഇക്ക എൻ്റെ വണ്ടി കിട്ടിയതുകൊണ്ട് പിന്നെ നടക്കാണ്ട് കഴിഞ്ഞു. ഞങ്ങൾ ഇപ്പോഴാണ് എത്തിയതിട്ടാ. ഏകദേശം മരുവാങ്കൊക്കെ കൊടുത്ത് മദ്രസയിൽ ഇക്ക കൊണ്ടാക്കാൻ നിൽക്കണ കുട്ടികളെ. ഇതിന് ബാങ്ക് കൊടുത്തിട്ടുള്ളൂ. അപ്പോ ഇതിനെത്തി. ആ കിട്ടിയ ബസ്സിലാണെങ്കിലോ തിരക്ക്. ഞങ്ങൾ കയറിയ ബസ്സില്, പുത്തൂർന്ന് കയറിയ ബസ്സില് ഭയങ്കര തിരക്ക്. ശ്വാസം വിടാൻ പറ്റണില്ല. കമ്പി മുകളിൽ പിടിച്ച് 2 കുട്ടികളെ കൂട്ടി പിടിച്ചു. എത്ര തിരക്ക്. ഏതായാലും ബാങ്ക് കൊടുത്തപ്പോത്തിന് ഇവിടെ എത്തി. പിന്നെ തിരക്കൊഴിഞ്ഞ ബസ്സിൽ കയറാൻ വിചാരിച്ചപ്പോത്തിന് നേരം വെക്കൂല, മദ്രസയുള്ളതല്ലേ. അപ്പൊ പിന്നെ തിരക്കൊന്നും നോക്കിയില്ലാണ്ട് കേറി. ഇനിയിപ്പൊ ഇക്ക മദ്രസക്ക് ആക്കി കൊടുക്കണം, എന്നാലും മദ്രസ പോവില്ലട്ടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പ്രതീക്ഷിക്കാണ്ടുണ്ടായ പോക്കാണ്. അതോടെ പോവലും കഴിഞ്ഞ് വരലും കഴിഞ്ഞ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ആക്കാം. അതാ കുട്ടികളൊക്കെ മദ്രസക്ക് പോകാനായിട്ട് ഒരുങ്ങാണ് കേട്ടാ. പിന്നെ അപ്പൊ ഓക്കെ, ബൈ. അടുത്ത മദ്രസകള് കുപ്പായൊക്കെ ഇട്ടിട്ട് പോയാ മതി. ഇപ്പൊ ചേട്ടൻ നിക്കും. കുപ്പായ മദ്രസക്കുള്ള ഡ്രസ്സൊന്നും കുപ്പായം കൂടി ഇടാതെ എന്റെ അല്ലു മണ്ടണത് കേട്ടാ. ഇനി മുട്ടായിക്ക് പൈസ ചോദിച്ച തിരക്കാണ് അവിടെ. ഇപ്പച്ചനെ കിട്ടിയാ പിന്നെ മദ്രസക്ക് പോകുമ്പോ മുട്ടായിക്ക് 2 റുപ്യെങ്കിലും വാങ്ങിയിട്ടേ പോവുള്ളൂ.
മിഠായി ഇങ്ങനെ വാങ്ങിക്കാണ്ട് ഓക്കേപ്പരയൊക്കെ തിന്നിട്ട് തന്നെ തൊള്ള ആകെ മുറിയായിക്കൊണ്ടിട്ടാ കൊണ്ടുവരണോ